ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 18-ാം ഞായർ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ സുവിശേഷത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നാം കേൾക്കുക. നമുക്കറിയാം, 21-ാമത്തെ ഞായറാഴ്ച വരെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഈ 6-ാമത്തെ അധ്യായത്തെ പറയുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ അധ്യായമെന്നാണ്. ദ യൂക്കറിസ്റ്റിക് ഡിസ്കോഴ്സ് എന്ന് എന്നെ പറയും. ഇന്നത്തെ ഭാഗത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവന് പിന്നെ വിശക്കുകയില്ല, എന്നിൽ നിന്ന് സ്വീകരിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്ന് കർത്താവ് എടുത്തു പറയുകയാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നിലകൊള്ളുന്നത് ആസക്തികളാണ്. ആസക്തികൾക്ക് അടിമപ്പെട്ട്, അതായത് മനുഷ്യന് ഒന്നിലൊരു സംതൃപ്തിയില്ല. അതിർത്തിയാണ് ആസക്തികൾക്ക് ആധാരമായി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ പണം വാരിക്കൂട്ടാൻ നോക്കുന്നുണ്ട്, പ്രശസ്തി നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അറിവ് വാരിക്കൂട്ടുവാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാം ലോകത്തുള്ള വസ്തുക്കളെയും ഒക്കെ സ്വന്തമാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് തന്നെ നിറയ്ക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്നിട്ടും മനുഷ്യൻ അതൃപ്തനായി നിലകൊള്ളുന്നു. അതുകൊണ്ട് ഒത്തിരി ആസക്തികൾക്ക് അവൻ അടിപ്പെടുന്നു. എല്ലാത്തരം ആസക്തികളും, ശാരീരികമായ ആസക്തികളുണ്ട്, ലൈംഗികമായ ആസക്തികളുണ്ട്, സാമൂഹികമായ ആസക്തികളുണ്ട്, സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു രൂപത്തിൽ ആസക്തിയുണ്ട്, പ്രേമം എന്ന് നമ്മളതിനെ പറയും. ആ രീതിയിൽ പലതരത്തിൽ ആസക്തികൾക്ക് അടിമപ്പെട്ട മനുഷ്യനെ നോക്കിയാണ് കർത്താവ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ അതൃപ്തരാണ്, ഞാൻ നിങ്ങൾക്ക് ജീവൻ്റെ അപ്പം തരാം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 38 മുതലുള്ള വാക്യത്തിൽ വായിക്കും, ദാഹർത്തരെ നിങ്ങൾ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ജീവജലമേകാം. അപ്പോൾ കുടിക്കാനും തിന്നാനും വേണ്ടിയുള്ള വലിയ ആർത്തിയിൽപ്പെട്ട് വിഷമിക്കുന്ന മനുഷ്യന് ജീവൻ്റെ അപ്പമായി, ജീവജലം കൊടുക്കുന്നവനായി കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ദൈവം മന്ന പൊഴിച്ചു കൊടുത്ത അനുഭവമാണ് വിവരിക്കുക. അവർ പിറുപിറുത്തു, ദൈവത്തിനെതിരെ പിറുപിറുത്തു, മോശയ്ക്കെതിരെ പിറുപിറുത്തു. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് ഈ മരുഭൂമിയിലിട്ട് ഞങ്ങളെ കൊല്ലാനാണോ എന്ന് പോലും അവർ ചോദിക്കുക. കാരണം അവർക്ക് വേണ്ടത്ര അപ്പമില്ല, വേണ്ടത്ര ഇറച്ചിയില്ല, വേണ്ടത്ര വെള്ളമില്ല. എന്നാൽ ഇതെല്ലാം പ്രിയപ്പെട്ടവരെ, ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട്. രൂപത്തിലും മരുഭൂമിയിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങളാണിവ. ആ പാറയിൽ നിന്ന് ദൈവം വെള്ളം ഒഴുക്കി കൊടുത്തു സമൃദ്ധമായി. അതേപോലെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കാടപ്പക്ഷികളെ പൊഴിച്ചു, അങ്ങനെ സമൃദ്ധമായി ഇറച്ചി കൊടുത്തു. സ്വർഗത്തിൽ നിന്ന് മാലാഖമാരുടെ അപ്പം, സ്വർഗത്തിൻ്റെ അപ്പം ഈ ഭൂമിയിലേക്ക് വർഷിച്ചു. മന്നയാണത്. അത് ഭക്ഷിച്ച് അവരെ തീറ്റിപ്പറ്റുവാൻ ശ്രദ്ധിച്ചു. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, സംതൃപ്തിയില്ലാതെ വിഷമിക്കുന്ന, സംതൃപ്തിയില്ലാതെ ദൈവത്തിനെതിരെ മോശയ്ക്കെതിരെ പിറുപിറുക്കുന്ന ആ ജനത്തിനോട് അരിശം കൊള്ളുകയല്ല ദൈവം ചെയ്യുന്നത്, അവരെ ശിക്ഷിക്കുവാൻ ശ്രമിക്കുകയല്ല ദൈവം ചെയ്യുക. പിന്നെയോ അവർക്ക് വേണ്ടി മന്ന പൊഴിച്ചു കൊടുത്തു. സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, ആ മന്ന ഭക്ഷിച്ചാൽ വീണ്ടും അവർക്ക് വിശന്നു. നേരെ മറിച്ച് ഞാനാകുന്ന ജീവൻ്റെ അപ്പത്തെ ഉൾക്കൊള്ളുമ്പോഴോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖമാരുടെ അപ്പം ഭക്ഷിക്കുമ്പോഴോ നിങ്ങൾക്ക് പൂർണ്ണമായി സംതൃപ്തി ഉണ്ടാകും എന്ന് ഈശോ എടുത്തു പറയുകയാണ്. ഇന്നത്തെ സങ്കീർത്തനം 78-ാമത്തെ സങ്കീർത്തനമാണ്. അവിടെയും ഈ മന്നയെക്കുറിച്ചും ദൈവം പോറ്റുന്നതിനെക്കുറിച്ചും എല്ലാമാണ് നമ്മൾ കേൾക്കുക. പ്രിയപ്പെട്ടവരെ, 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് വീണ്ടും എഴുതുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ വഞ്ചന നിറഞ്ഞ ആസക്തികളെ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുക, മനസ്സിൻ്റെ നവീകരണത്തിൽ നിങ്ങൾ നവീകരിക്കപ്പെടണം, നിങ്ങൾ ക്രിസ്തുവിനെ ആധാരമാക്കി ജീവിക്കണം. ക്രിസ്തു ആകുന്ന ജീവൻ്റെ അപ്പത്തെ ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ടവരെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാവുക, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാവുക. നമ്മൾ ഈ ലോകത്തിൻ്റെ ആസക്തികൾക്ക്, ഈ ലോകത്തിലെ പാപങ്ങൾക്ക്, തിന്മകൾക്ക് അടിമപ്പെടാതെ യേശു ആകുന്ന ജീവൻ്റെ അപ്പത്തെ ഉൾക്കൊള്ളുവാൻ ശ്രദ്ധ വയ്ക്കുമ്പോൾ, അത് ഈശോയുടെ വചനത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുക, ദിവ്യകാരുണ്യത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുക, കൂദാശകളിലൂടെയാണ് നമുക്ക് ലഭിക്കുക, കൂട്ടായ്മയിലൂടെയാണ് നമുക്ക് ലഭിക്കുക, അതേപോലെ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് ലഭിക്കുക. ആ രീതിയിൽ ഈശോയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയുവാനും
ഈശോയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പരിവർത്തനം അനുഭവിക്കുവാനും ഈശോയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് യേശുവേകുന്ന ആ രക്ഷ അനുഭവിക്കുവാനും പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സാധിക്കട്ടെ. ആ രീതിയിൽ ഈശോയെ നമ്മുടെ ജീവൻ്റെ അപ്പമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയിൽ സംതൃപ്തി കൊള്ളുവാനും സംതൃപ്തിയാൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് അനുഗ്രഹമേകുന്നവരായി ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവ കൃപ എല്ലാവരിലും സമൃദ്ധമായിട്ട് നിറയട്ടെ. ജീവൻ്റെ അപ്പമായ യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ആസക്തികളെ അതിജീവിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ വിശപ്പും ദാഹവും യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്താൽ നിറയപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സംതൃപ്തി ഉണ്ടാവുക. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ടല്ലോ, ദൈവമേ നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നവരെ ഞങ്ങൾ അസ്വസ്ഥനായിരിക്കും. അപ്പം ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദൈവസ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഉണ്ട്. അത് ദൈവത്താൽ നമുക്ക് നിവൃത്തീകരിക്കാൻ ശ്രദ്ധിക്കാം. ഈശോയാകുന്ന ജീവൻ്റെ അപ്പം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയാകുന്ന ജീവജലം പാനം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ലോകമാകുന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാം. ദൈവകൃപ ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.